ഇന്ത്യയെ പോലെയുള്ള തേർഡ് വേൾഡ് കൺട്രീസ് ആയാലും ശരി, അമേരിക്ക അടക്കമുള്ള ഫ്രാൻസ്, ജർമ്മനി ഇതുപോലുള്ള വികസിത രാജ്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. ഈ ഓരോ രാജ്യത്തിലെയും സാമ്പത്തിക നയങ്ങളും പൊതുവായിട്ടുള്ള നയങ്ങളൊക്കെ തന്നെ രൂപീകരിക്കുന്നതും നടപ്പിലാക്കപ്പെടുന്നതും ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. കോർപ്പറേറ്റുകൾ ഉണ്ടാക്കുന്ന നയങ്ങൾ വായിക്കുക എന്നുള്ള പ്രക്രിയയാണ് ഭരണകൂടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണകൂടങ്ങളുടെ ഭാഗമായിട്ടുള്ള മതങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ തന്നെ ഈ അധികാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരും കളിപ്പാവകളോ അല്ലെങ്കിൽ ഏജൻറ്റുമാരോ മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അർമുഖൻ അദ്ദേഹത്തിൻ്റെ വിദഗ്ധമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കും. നമ്മൾ ഇന്നത്തെ വിഷയം പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിക്കാനുള്ള അധികാരം എത്രത്തോളം ഗ്രാമസഭകൾക്ക് ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഈ ബ്രൂവറി സമരം എന്ന് പറയുന്നത് പ്ലാച്ചിമട സമരത്തിൻ്റെ തുടർച്ചയായിട്ട് കാണേണ്ട ഒരു സമരമാണ്. പ്ലാച്ചിമട സമരത്തിൻ്റെ 4 മുദ്രാവാക്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ മുദ്രാവാക്യം കൊക്കക്കോള കമ്പനി ശാശ്വതമായി അടച്ചുപൂട്ടുക എന്നുള്ളതാണ്. രണ്ടാമത് ബാധിക്കപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകി കൊക്കക്കോള പുറത്തു പോവുക. മൂന്നാമത്തെ മുദ്രാവാക്യമാണ് പ്രാദേശിക വിഭവങ്ങളായിട്ടുള്ള ജലം, മണ്ണ്, സൂര്യപ്രകാശം ഇതൊക്കെ ഇതിൻ്റെ അധികാരം ഗ്രാമസഭകൾക്ക് നൽകുക എന്നുള്ളത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടാണ്. എന്താണ് അധികാരം എന്നുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. അധികാരം എന്ന് പറയുന്നത് നിയന്ത്രിക്കാനുള്ള ഒരു ഉപകരണം, അതാണ് അധികാരം. ലോകത്തെ ഏറ്റവും അധികാരം കുറഞ്ഞ ഒരു ഭരണാധികാരിയാണ് ട്രംപ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും തന്നെ വിശ്വസിക്കില്ല. എന്നാൽ സത്യം അതാണ്. ഇന്ത്യയെ പോലെയുള്ള തേർഡ് വേൾഡ് കൺട്രീസ് ആയാലും ശരി, അമേരിക്ക അടക്കമുള്ള ഫ്രാൻസ്, ജർമ്മനി ഇതുപോലുള്ള വികസിത രാജ്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. ഈ ഓരോ രാജ്യത്തിലെയും സാമ്പത്തിക നയങ്ങളും പൊതുവായിട്ടുള്ള നയങ്ങളൊക്കെ തന്നെ രൂപീകരിക്കുന്നതും നടപ്പിലാക്കപ്പെടുന്നതും ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. കോർപ്പറേറ്റുകൾ ഉണ്ടാക്കുന്ന നയങ്ങൾ വായിക്കുക എന്നുള്ള പ്രക്രിയയാണ് ഭരണകൂടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണകൂടങ്ങളുടെ ഭാഗമായിട്ടുള്ള മതങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ തന്നെ ഈ അധികാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരും കളിപ്പാവകളോ അല്ലെങ്കിൽ ഏജൻറ്റുമാരോ മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പോൾ ഈ അധികാരം ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങൾ ഇപ്പോൾ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൗജന്യമായി കിട്ടുന്ന പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്ന വിഭാഗം കോർപ്പറേറ്റുകളാണ്. കോർപ്പറേറ്റുകളുടെ അസംസ്കൃത വസ്തുക്കൾ വായു, ജലം, മണ്ണ്, സൂര്യപ്രകാശം. അപ്പോൾ ഒട്ടും കാശ് കൊടുക്കാതെ സൗജന്യമായി കിട്ടുന്ന പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട് അത് കുപ്പിയിലാക്കിയോ അല്ലെങ്കിൽ രൂപമാറ്റം വരുത്തിയോ അവരുടെ ഉൽപ്പന്നങ്ങളാക്കി അവരുടെ സേവന രൂപത്തിൽ നമ്മുടെ കയ്യിൽ എത്തുന്നു. എന്നാൽ നമ്മളൊരു അസംസ്കൃത വസ്തു വാങ്ങണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യണം. പ്രാദേശികമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കുന്നതിന് വലിയ നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ കോർപ്പറേറ്റുകൾക്ക് അതൊന്നും ബാധകമല്ല. സൗജന്യമായി ഭൂമിയും 99 വർഷക്കാലത്തേക്ക് പാട്ടവും നികുതി ഇളവും സൗജന്യമായി വൈദ്യുതിയും ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നൽകുക എന്നുള്ളതല്ല അവരുടേതാണ് ഈ വിഭവങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ പ്രസക്തമായിട്ട് നമ്മൾ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ സമരസമിതി മുന്നോട്ട് വയ്ക്കേണ്ട ആവശ്യം എന്ന് പറയുന്നത് പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിക്കാനുള്ള അധികാരം ഗ്രാമസഭകൾക്ക് കൊടുക്കുക എന്നുള്ളതൊരു മുദ്രാവാക്യമായിട്ട് തന്നെ നമ്മൾ വെക്കണം. പ്ലാച്ചിമട സമരം തുടങ്ങുന്ന സമയത്ത് വെച്ചിട്ടുള്ള മുദ്രാവാക്യം കേവലം പരിസര മലിനീകരണം ഇല്ലാതാക്കണം, കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു. ആ മുദ്രാവാക്യത്തിൽ നിന്നും കൃത്യമായ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം വെച്ചതുകൊണ്ട് മാത്രമാണ് പ്ലാച്ചിമട സമരം മുന്നോട്ട് പോയത്.
അതുപോലെ തന്നെ നമുക്ക് ഈ ബ്രൂവറി വിരുദ്ധ സമരത്തിനും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം നമ്മൾ വെക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. അപ്പോൾ ഈ ഗ്രാമസഭകളുടെ നിലവിലുള്ള അധികാരം തന്നെ നമുക്ക് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. അതിന് പല പ്രശ്നങ്ങളുമുണ്ട്. ഈ ഗ്രാമസഭകളെ ഞെക്കിക്കൊല്ലാനാണ് ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നത്, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ ഭരണകൂടങ്ങളാണ് ഈ സംവിധാനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്. അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ, വെള്ളം ചേർക്കാൻ ഈ ഗ്രാമസഭകൾ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് ഗ്രാമസഭയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനും ഈ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ട പ്രോത്സാഹനമോ പിന്തുണയോ നൽകില്ല. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പൊതുരംഗത്തുള്ള പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ ഗ്രാമസഭയെ ശക്തിപ്പെടുത്താനും ഈ ഗ്രാമസഭയുടെ അധികാരങ്ങളെ സംബന്ധിച്ചും ഈ ഗ്രാമസഭയുടെ സാധ്യതകളെ സംബന്ധിച്ചും ഒക്കെ തന്നെ നമ്മൾ തന്നെ ആദ്യം പഠിക്കുകയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനൊക്കെ നമുക്ക് വളരെയധികം സഹായകരമായിരിക്കും. ഇപ്പോൾ പ്രത്യേക ഗ്രാമസഭ വിളിച്ചുകൂട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതിൽ സമയമില്ല, ഞാൻ അത് മാത്രമേ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ പ്രത്യേക ഗ്രാമസഭകൾ വിളിക്കണമെങ്കിൽ ഈ വിളിച്ച ഗ്രാമസഭയിൽ ഭൂരിപക്ഷം പേരും നമ്മൾ വയ്ക്കുന്ന അജണ്ടയ്ക്ക് അനുകൂലമായി കൈവെക്കുന്ന ആളായിരിക്കണം. ഈ പ്രത്യേക ഗ്രാമസഭ വിളിച്ചിട്ട് ഈ അജണ്ടയ്ക്ക് എതിരായിട്ട് നിലപാടെടുക്കുന്ന ആളുകളാണ് കൂടുതൽ വരുന്നതെങ്കിലോ ഒരു രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ അത് സ്വാഭാവികമായിട്ടും സാധിക്കും. അപ്പോൾ നമുക്ക് ജനങ്ങൾക്കിടയിൽ ആ തരത്തിലൊരു രാഷ്ട്രീയ ബോധം, ഈ പറയുന്ന പോലെ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, വരുമാനം കൊണ്ട് ഞാൻ ഗ്രാമസഭയ്ക്ക് പോകില്ല എന്നുള്ളത് കൊണ്ട്, സ്വന്തമായിട്ട് വേറെ വരുമാനം ഉള്ളത് കൊണ്ട് ഗ്രാമസഭയ്ക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ മണ്ണ് വാരി സ്വയം തലയിലിടുന്നതിന് തുല്യമാണ്. ഇത്തരം രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടണം. അപ്പോൾ അതിന് അടിസ്ഥാനപരമായി കുറേ പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് ഒരു വിഷയത്തിൽ വേറൊരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യാൻ പറ്റുന്നതാണ്. ഗാന്ധി പറഞ്ഞ പോലെ തന്നെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ ഇത്തരം സംഗതികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊരു പ്രധാന അജണ്ടയായിട്ട് നമ്മൾ എടുക്കാൻ ഈ ഒരു പഠന ക്ലാസ് സഹായകരമാകും എന്ന് വിചാരിക്കുന്നു. എത്രത്തോളം ഇതിൻ്റെ ഘടനയെ സംബന്ധിച്ചും ഇതിൻ്റെ ഒരു സാധ്യതയെ സംബന്ധിച്ചും എത്രത്തോളം നമുക്കിവിടെ അത് എല്ലാവർക്കും മനസ്സിലാകാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ വളരെ വിപുലമായ ഈ ഗ്രാമസഭയുടെ അധികാരത്തെ നമുക്ക് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ. ഇടപെടലുകൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും ഏർപ്പെടാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. എനിക്ക് 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്നതിന് സംഘാടകർക്ക് പ്രത്യേകം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ജയശ്രീ എന്നാണ്. ഞാൻ പുതുശ്ശേരിയാണ് വീട്. പക്ഷെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തി കൂടിയാണ്. പക്ഷെ ഞാൻ ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ് ചെയ്യുക. കാരണം ഇന്ന് പ്രകൃതി എന്ന് പറയുന്നത് വലിയൊരു സംഭവം മാറിയിരിക്കുന്നത്, നശിച്ചുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി തരാനും ഈ ജോൺ ജോസഫ് സാറിൻ്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു നിയോഗം കിട്ടിയത് പുതുശ്ശേരി ശ്രീനിവാസൻ എന്ന ഗോഡ് നിശ്ചയിച്ച ഒരാളെ എനിക്ക് തന്നതുമാണ്. കാരണം പുതുശ്ശേരി ശ്രീനിവാസൻ ഏട്ടൻ പറയുന്നത്, ഞാൻ ഏട്ടനെ വിളിക്കുള്ളൂ, കാരണം എൻ്റെ ഗുരുവാണ്. ഞാൻ ചെറുപ്പം മുതലേ ഏട്ടനെ വിളിച്ച് ശീലിച്ചതുകൊണ്ടാണ് എല്ലാവരും സാറെന്ന് വിളിക്കുന്ന സമയത്തും ഞാനെന്തുകൊണ്ട് സാറെന്ന് വിളിക്കുന്നില്ല, എനിക്കങ്ങനെ വരുന്നില്ല. കാരണം എൻ്റെ കൂടപ്പറപ്പിനേക്കാളും സ്നേഹമുള്ള വ്യക്തിയാണ്, എന്നെ ഇന്ന് നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അപ്പോൾ എനിക്ക് ഒരിക്കലും ഞാൻ പ്രകൃതിയെ നശിപ്പിക്കാൻ ഒരുക്കില്ല, എനിക്ക് അതിന് അനുകൂലിച്ച് നിൽക്കാനും താല്പര്യമില്ല. അപ്പം ഞാൻ എന്ത് തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ഒറ്റക്കെട്ടായിട്ട് ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുമെന്ന് മാത്രം. പിന്നെ അതേപോലെ വെള്ളത്തിനറിയില്ല പഞ്ചായത്ത് ഏതാണെന്ന്, വെള്ളം ഊറ്റിയെടുക്കുന്നു എലപ്പള്ളി പഞ്ചായത്തിൽ മാത്രം. പക്ഷേ പുതുശ്ശേരി പഞ്ചായത്തിലെ വെള്ളം അറിയില്ല ഞാൻ എലപ്പള്ളിയിൽ പോകാൻ പാടില്ല എന്ന്. എലപ്പള്ളി പഞ്ചായത്തിലെ ബ്രൂവറീസിന് മദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഊറ്റിയെടുക്കുന്ന സമയത്ത് പഞ്ചായത്ത് മാറിപ്പോയ പുതുശ്ശേരിത്തെ വെള്ളത്തിനറിയില്ല എലപ്പള്ളി പോകരുത്, മരുതറോഡ് പഞ്ചായത്തിന് അറിയില്ല എലപ്പള്ളി പോകരുത്, അല്ല കൊടുമ്പിൽ വെള്ളത്തിനറിയില്ല എലപ്പള്ളി പോകരുത്, തൊട്ടപ്പുറത്ത് എടുക്കുന്ന കൊഴിഞ്ഞാമ്പാറയ്ക്ക് അറിയില്ല എലപ്പള്ളി പോകരുത്. ഈ വെള്ളം എന്ന് പറയുന്ന സംഭവം ഭൂമിയിലുള്ള എല്ലാ ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അതങ്ങനെ ഊറ്റിയിട്ട് ഇവരങ്ങനെ മദ്യം ഉണ്ടാക്കണ്ട. ഇതിന് പകരമായിട്ട് ഈ വെള്ളം ഉപയോഗിച്ച് ഒരു പച്ചക്കറിയോ അരിയോ അങ്ങനെയുള്ള സംഭവങ്ങൾ നിർമ്മിക്കട്ടെ. ഫുൾ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരിക്കലും അതിന് എഗെയിൻസ്റ്റായിട്ട് നിൽക്കില്ല. എന്തുകൊണ്ടാണ് ഇന്ന് മറ്റേ അരിയും അല്ലെങ്കിൽ നെല്ലും
നെല്ല് നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷെ അത് വിറ്റുമൊന്നുമില്ല. അതും നശിക്കാൻ തന്നെയാണ് കാരണം. അതും ഇവർ തന്നെയാണ്, ഇന്നത്തെ സർക്കാർ തന്നെയാണ് കാരണം. സാറ് പറഞ്ഞ പോലെ അവർക്ക് അറിയില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. എല്ലാവരും ജയിക്കുന്നു, കേന്ദ്രമന്ത്രിയാവുന്നു, പലതരം മറ്റേ ചുമതലകൾ ഏൽക്കുന്നു, പക്ഷെ അവർക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അവർക്ക് ഞാൻ അവിടെ പോകുന്നു എന്തിനാ, പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ ഞാൻ എന്താ അവിടെ ചെയ്യേണ്ടത്, എൻ്റെ ഡ്യൂട്ടി എന്താണ്, ഞാൻ എന്താണ് അവിടെ ആക്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു കർത്തവ്യബോധം ആർക്കുമില്ല. അതാണ് ഇന്നത്തെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മദ്യത്തിനെതിരെയും ബ്രൂവറിക്കെതിരെയും എൻ്റെ പൂർണ്ണമായും മനസ്സുകൊണ്ടും ശാരീരികമായിട്ടും ഞാൻ പ്രവൃത്തി കൊണ്ടും കൂടെ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ പേര് ഗോപിനാഥൻ എന്നാണ്. ഞാൻ വരുന്നത് ആലത്തൂർ താലൂക്കിലെ കുഴൽമന്നം പഞ്ചായത്തിലെ ചിതലിയിൽ നിന്നാണ്. ഞാനിവിടെ നിൽക്കുന്നത് വളരെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അനുഭവങ്ങളുണ്ട്, അതിൽ നിന്ന് കിട്ടിയ മറ്റു ചില അറിവുകളുമുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പഞ്ചായത്ത് രാജിന് അനുസൃതമായി ജനങ്ങൾക്കെന്ത് അധികാരമുണ്ട്, ജനങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും, അവരെങ്ങനെ അതിന് അണിനിരത്താം എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾക്ക് കടപ്പാട് സമൂഹത്തോടാണ്. ജനമാണ് ഭരണകൂടം. ആ ഭരണകൂടത്തെ തിരുത്താനുള്ളതായ അധികാരവും അവകാശവും ജനത്തിനുണ്ട്. പക്ഷേ വർത്തമാനകാലത്ത് നമുക്കൊക്കെ ഈ കേരളത്തിൽ ജീവിക്കുന്ന നമുക്കൊക്കെ ഉണ്ടായ അനുഭവങ്ങളുണ്ട്. മണ്ണ്, ജലം, വായു, ഇത് ബാലസുബ്രഹ്മണ്യം പറഞ്ഞതുപോലെ ജനത്തിൻ്റെ ജന്മാവകാശമാണ്. പക്ഷേ ആ ജന്മാവകാശത്തിന് വേണ്ടി മാധവ് ഗാഡ്ഗിൽ ഒരു റിപ്പോർട്ടുണ്ടാക്കിയപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു MP ഇടുക്കിയിലുണ്ടായിരുന്നു. അദ്ദേഹം അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് ശക്തമായിട്ട് വാദിക്കുകയായിരുന്നില്ല ചെയ്തത്. അതെന്തൊക്കെയാണ് അതിൻ്റെ വശങ്ങൾ, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഉപയോഗിച്ചാലുണ്ടാവുന്നതായ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയെന്ന് ചിന്തിക്കാനായിരുന്നു. പക്ഷേ അദ്ദേഹം വിളിച്ചുകൂട്ടിയ യോഗം നടത്താൻ പോലും സമ്മതിക്കാതെ അദ്ദേഹത്തെ അവിടുന്ന് ആട്ടിപ്പായിച്ച് അവിടുന്ന് ഓടിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്ത രാഷ്ട്രീയക്കാരുടെ മുമ്പിലാണ് നിങ്ങളും ഞാനും നിൽക്കുന്നത്. യെസ്, P.T. തോമസ് എന്ന് പറയുന്ന ഒരു MP ഇടുക്കിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒറ്റ ഇഷ്യൂ കൊണ്ട് അദ്ദേഹത്തിന് എന്നാൽ ജയിക്കാമായിരുന്നതായ ആ സീറ്റ് നിഷേധിക്കപ്പെടുകയുണ്ടായി. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തിന് വേറെ ചില മേഖലകളിൽ നിന്ന് ജയിച്ച് MLA ആവേണ്ടുന്നതായ അവസ്ഥ വേറെ ചില നേരത്തെ സാറിവിടെ സൂചിപ്പിച്ച ആളുകളുണ്ട്. അത് ഞാൻ സൂചിപ്പിച്ചത് അതെ, ജീവനോടെ ഇരിക്കുമ്പോൾ സർവ്വഭാഗ്യവാനായിരുന്നു. ഏറ്റവും വലിയ ഭാഗ്യവാനാണ് അദ്ദേഹം. എന്താ കാരണം അറിയൂ, നിങ്ങൾക്കും എനിക്കും കിട്ടാത്തൊരു സൗഭാഗ്യം അദ്ദേഹത്തിന് കിട്ടി. ജീവിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മരണഘോഷയാത്ര, ശവമടക്ക്, പിന്നെ അതിനെന്താ പറയുക, ചൊല്ലുന്നതിന് ആ കൊണ്ടുപോകുമ്പം അതെല്ലാം കിട്ടാനുള്ളതായ അനുഭവം ഉണ്ടായി. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ കൈകളിൽ എങ്ങനെയാണ് സമൂഹവും ജനവും പാപകളായി മാറുന്നത് എന്നുള്ളതിൻ്റെ ഒരു അനുഭവം ഇവിടെയുണ്ട്. അതാണ് ഇവിടെ നടക്കുന്നത്. ആരൊക്കെ അതിനെതിരെ പറയുന്നുവോ, ആരൊക്കെ അതിനുവേണ്ടി നിലകൊള്ളുന്നുവോ, അവരെയൊക്കെ നിശബ്ദമാക്കാനുള്ളതായ ആയുധം അവരുടെ കയ്യിലുണ്ട്. ആ ആയുധമാണ് പ്രയോഗിക്കുന്നത്. രഘു ഇവിടെ പറഞ്ഞൊരു കാര്യം, അത് മറ്റൊരു ആയുധമാണ്. ഇപ്പോൾ സർക്കാർ തലത്തിൽ ഏതെങ്കിലും ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ഈ പ്രക്രിയയ്ക്കോ പ്രസ്ഥാനത്തിനോ വേണ്ടി അനുകൂലമായി തീരുമാനമെടുത്താൽ അവൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് എങ്കിൽ അവൻ്റെ ഭാര്യയും മക്കളും ഇവിടെ കിടക്കുകയും അവൻ ഏത് കാട്ടുമൂലിയിലാണ് ട്രാൻസ്ഫർ കൊടുത്ത് പറഞ്ഞയക്കുക എന്ന് അവനറിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ഹൈവേ വരുന്നതിനോടനുബന്ധമായി 2005-06 കാലഘട്ടങ്ങളിൽ ഇത് കടന്നു പോകുന്ന പ്രദേശങ്ങളെ ബാധിക്കുന്ന ജനപ്രതിനിധികളെയും സാമൂഹ്യ പ്രവർത്തകരെയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെയും GOSലെ വളണ്ടിയേഴ്സിനെയൊക്കെ വിളിച്ച് NGOSലെ വളണ്ടിയേഴ്സിനെയൊക്കെ വിളിച്ച് അവിടെ ഒരു ചർച്ചയുണ്ടായി. ആ ചർച്ച നടത്തുന്നതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഭാഗ്യത്തിന് ഞാൻ അന്നൊരു ജനപ്രതിനിധിയായിരുന്നു. ഈ പഞ്ചായത്ത് കടന്നു പോകുന്ന
ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഡിവിഷൻ മെമ്പറായിരുന്നു. അപ്പോൾ അതിൽ വ്യക്തമായി ചില കാര്യങ്ങൾ എഴുതി കൊടുത്തു. ആ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിലെ ആളുകൾ മീറ്റിംഗ് കൂടി, അതിൻ്റെ കീഴിൽ വരുന്ന പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരെ വിളിച്ചു, എല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ലെറ്റർ പാഡിൽ, ഈ ജനപ്രതിനിധികൾക്കൊക്കെ ലെറ്റർ പാടുണ്ട്, സ്വന്തമായിട്ടല്ല അടിച്ച് തരുന്നതാണ്, സർക്കാർ തന്നെ തരുന്ന സർക്കാരിൻ്റെ എംബ്ലമുള്ള ലെറ്റർ പാഡാണ്. അപ്പോൾ അതിൽ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊന്നും എഴുതി കൊടുത്തു. നിർഭാഗ്യത്തിന് ആ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അന്ന് 6 വരി പാത വാളയാർ ടു വടക്കഞ്ചേരി വരെ വേണ്ട എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിൻ്റെ അനുയായിയായി. അന്ന് പറഞ്ഞത് നടന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇപ്പം വാളയാർ മുതൽ വടക്കഞ്ചേരി വരെ ഈ മേൽപ്പാലങ്ങളുടെ പണി ഇപ്പോൾ വേണ്ടി വരില്ല, ഈ ആക്സിഡൻറ്റുകൾ ഉണ്ടാവില്ല. അവിടെ കണ്ടത്, ഞാനിത് സൂചിപ്പിച്ചത് വേറെ, ഞാൻ വലിയ ആളാവാനല്ല, രാഷ്ട്രീയത്തിൻ്റെ കടന്നുകയറ്റം, മാനുഷികക്കും മനുഷ്യത്വത്തിനും അപ്പുറം രാഷ്ട്രീയമാണ് നിയന്ത്രിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ. ഈ അടുത്ത കാലത്ത് വേറൊരു സംഭവം ഉണ്ടായി. ഇപ്പോൾ നമ്മൾ സാറ് വായിച്ച ഈ അവകാശ നിയമങ്ങളിൽ ചില 13ാമത്തെ മനുഷ്യൻ്റെ ബോഡി മറ്റേ ശ്മശാന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു അനുഭവം പറഞ്ഞുതരാം. അന്ന് ഇതുപോലെ ഇടതുപക്ഷ വകുപ്പ് ഭരിക്കുന്ന കാലഘട്ടം. അപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ ഈ ശവമറവ് ചെയ്യാൻ ജനസംഖ്യ കൂടി വരുമ്പോൾ, റെസിഡൻഷ്യൽ ഏരിയയുടെ എക്സ്പാൻഷൻ ഉണ്ടായാൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ശവ സംസ്കാരം ഒരു പ്രശ്നമാവും. അതുകൊണ്ട് ഒരു വൈദ്യുത ശ്മശാനം ആരംഭിക്കാൻ നമുക്ക് തുടക്കം കുറിക്കാൻ വേണ്ടുന്നുള്ള നടപടി വേണമെന്ന് പറഞ്ഞ് ഒരു റെസല്യൂഷൻ ബോർഡിൽ വെച്ചു. ആ ബോർഡിൽ വെച്ചപ്പോൾ അവിടെയും കണ്ട് രാഷ്ട്രീയം. ഇപ്പോൾ അത് നടപ്പിലാക്കി കിട്ടാൻ വേണ്ടി ഇപ്പോൾ അതിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. സ്ഥലം വരുന്നത് ഒരിടത്തെടുക്കുന്നു. അന്ന് പറഞ്ഞിടത്തായിരുന്നു എങ്കിൽ ജനങ്ങൾക്ക് ഉപദ്രവമില്ലാതെ മര്യാദയ്ക്ക് കൊണ്ട് കിടക്കാൻ. അപ്പോൾ അവിടെയും രാഷ്ട്രീയമാണ്. ഇവിടെയും ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്നത്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും രാഷ്ട്രീയമാണ്. നിങ്ങളും ഞാനുമൊക്കെ വളരെയേറെ ചിന്തിച്ച് സഹജീവികളോടുള്ളതായ സ്നേഹവും അവരോടുള്ളതായ അമിതമായ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ ഈ പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ സൃഷ്ടിയിലാണെങ്കിൽ അമിതമായ മനുഷ്യ സ്നേഹം നമ്മൾ കാണിക്കുന്നതുമൊക്കെ നമുക്ക് വേണ്ടിയല്ല, വരുന്ന തലമുറയോടുള്ളതായ ഒരു ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടിയാണ്. പക്ഷെ അവിടെയും ഇവിടെ രാഷ്ട്രീയക്കാർ ഇതിന് വേണ്ടുന്ന ആളുകളെ വിലക്കെടുക്കാൻ തയ്യാറാവും. ഈ വരാൻ പോകുന്ന ഒയാജിസുകാരൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ തോൽപ്പിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിലേറാൻ കെൽപ്പുള്ളവനാണ് എന്ന് തെളിയിച്ച ചില തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ ഘട്ടങ്ങൾ കഴിഞ്ഞ് അധികമായിട്ടില്ല. ആ ഘട്ടത്തിലാണ് നിങ്ങളും ഞാനും നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായ പൊളിറ്റീഷ്യൻസിനെയും അതിൻ്റെ അനുയായികളെയും ഇവർക്ക് വിലക്കെടുക്കാൻ കഴിയും. പക്ഷേ ഒന്നുണ്ടായിരുന്നു, ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടിയിരുന്നു. നമുക്ക് മുമ്പിൽ ഒരു ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി ഒരു വിളക്കുകാലായിട്ടൊരു വെളിച്ചമുണ്ട്. ഗാന്ധിജി പ്രിട്ടോറിയയിൽ തീവണ്ടിയിൽ നിന്ന് ഇറങ്ങി വലിച്ചെറിയപ്പെട്ടപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. ആ ഒറ്റയ്ക്കായ ആളാണ് പിന്നീട് ലോകത്തിന് മുമ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തത്. അതേപോലെ ഇച്ഛാശക്തിയുള്ള ആളുകൾ കുറവായിരിക്കുമെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ രാഷ്ട്രീയ ഇച്ഛകളെ അധിഗമിക്കാൻ. പക്ഷേ വർത്തമാനകാലം അതിനെത്ര കണ്ട് അനുയോജ്യമാണെന്നറിയില്ല. കാരണം എനിക്ക് എൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡാണ്. ആ ലൈഫ് സ്പാനിനകത്ത് എൻ്റെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ വളരെ വലുതാണ്. ആ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ നേടിയാലും അല്ലെങ്കിൽ അധ്വാനിച്ചാലും കിട്ടാത്തത്ര എനിക്കൊരു സുപ്രഭാതത്തിൽ ഒരു ഫൈൻ മോർണിംഗ് ഒരാൾ വന്നിട്ട് എല്ലാം ഓഫർ ചെയ്താൽ ഞാൻ വീഴും അശോകൻ സാറേ. അതാണ് വിലക്കെടുക്കൽ നടക്കുന്നത് ഇവിടെ. അതുകൊണ്ടാണത് നടത്തുന്നത്. പിന്നെ മറ്റൊന്ന്, പിന്നെ ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ജനപ്രതിനിധികളുടെ പവർ വലിയതാണ്. അതും അനുഭവിച്ചിട്ടുണ്ട്. ഞാനുണ്ട്, എൻ്റെ വൈഫും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ആയിട്ടുള്ളതാണ്. ഞാൻ 10-15 കൊല്ലക്കാലം ഞാനിതിൻ്റെ പുറകിൽ ഞാൻ തന്നെ ആയിരുന്നു. അതിനു മുമ്പ് എൻ്റെ അപ്പൻ ഒരു 16 കൊല്ലക്കാലം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഇതൊക്കെ ഉണ്ട്. ഈ അധികാരത്തിൻ്റെ എന്താണ് പവർ എന്നുള്ളത് അറിയാനാണ്. അന്നത്തെ അധികാരമോ പവറോ അല്ല, അന്നത്തെ ജനസേവനവുമല്ല വർത്തമാനകാല ജനസേവനത്തിൻ്റെ സ്വഭാവം. അന്നൊക്കെ 5000 ഉറുപ്പികയിൽ കൂടുതൽ ഒരു ഫണ്ട് ചിലവാക്കാൻ കഴിയില്ല. ഇന്ന് 5 കോടി 10 കോടിയൊക്കെയാണ് ഒരു പഞ്ചായത്തിൽ.
അപ്പോൾ അതിൻ്റെ മാറ്റം അഴിമതിയുടെ വലിപ്പം എത്രയുണ്ടാവുമെന്ന് കണക്കാക്കുക. അപ്പോൾ അതിനുള്ള അവസരം കിട്ടും. അത് മാത്രമല്ല, പൊതുവേദികളിൽ ഒരു ഇടം, അവിടെ ഒരു സ്ഥാനം, അവിടെ പോകുമ്പോൾ കിട്ടുന്ന ഇവൻ്റെ ഗുണം കൊണ്ടല്ല, ഇരിക്കുന്ന കസേരയുടെ ഗുണം കൊണ്ട് ആളുകൾ അതിനെ ബഹുമാനിക്കുമ്പോൾ, കഴുത കുങ്കുമം ചുവന്നതുപോലെ കുങ്കുമത്തിൻ്റെ ഗുണം കൊണ്ടാണ് കഴുതിയെ നോക്കിയെന്ന് കഴുത വിചാരിക്കുന്നത് എൻ്റെ ഗുണം കൊണ്ടാണെന്ന് പറയുന്നത് പോലെ അധികാരത്തിൽ ഇരുന്നത് കൊണ്ടാണ് അവൻ ചെയ്യുന്നതെന്നുള്ള അഭിപ്രായം. അപ്പോൾ ഇത് ഉണ്ടാവുന്നതാണ്. അതിനും ഒരു അനുഭവം പറഞ്ഞുതരാം. ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അവസാന കാലം ഒരു കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ്റെ റിട്ടയർഡ് പ്രിൻസിപ്പളായിട്ട് വന്ന ആളാണ്. അപ്പോൾ അവിടെ ഞാൻ പ്രതിനിധിയായിരിക്കുമ്പോൾ ഒരു 3 മന്ത്രിമാരൊപ്പം ഇരുന്നു. 3 മന്ത്രിമാർ ഒരേ വേദിയിൽ നിറഞ്ഞിരിക്കുന്നു. ഈ മന്ത്രിമാരോടൊപ്പം ജനപ്രതിനിധിയായി ഞാനിരിക്കുന്നു. എൻ്റെ DPI സ്റ്റേറ്റിൻ്റെ ഹെഡ് ഓഫ് എഡ്യൂക്കേഷൻ എൻ്റെ തൊട്ട് പുറകിലാണ്. നമ്മൾ താരതമ്യം ചെയ്താൽ ഞാൻ ഇനി പ്രോട്ടോകോൾ അനുസരിച്ച് ജനപ്രതിനിധിത്വ നിയമമനുസരിച്ച് ജനപ്രതിനിധികൾക്കാണ് മുൻതൂക്കം. കലക്ട്രേറ്റിൽ ഒരു ഓർഡിനറി മാൻ പോയി കൊടുത്താലും ഒരു പഞ്ചായത്ത് മെമ്പർ കൊണ്ടുപോയി കൊടുത്താലും പെർമിഷൻ കിട്ടുന്നത് പഞ്ചായത്ത് മെമ്പർക്കാണ്. അപ്പോൾ ഇതിൻ്റെ സുഖവും സൗകര്യവും കിട്ടാൻ വേണ്ടി ആളുകൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ വിരിക്കുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന ചാക്കിൽ കയറില്ലേ, ക്ഷമോട്ടാൻ ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിനെതിരെ ശബ്ദിക്കാതിരുന്നാലുണ്ടാകാവുന്ന അപകടം വലിയതാണ്. അവിടെയും രാഷ്ട്രീയം കാണുന്നവരുണ്ട്. മലമ്പുഴയിലെ വെള്ളം വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു ശിവരാജൻ എന്ന് പറയുന്ന ഒരു കർഷക നേതാവ് ഹൈക്കോർട്ടിൽ നിന്ന് ഉത്തരവ് വാങ്ങി, ആ ഉത്തരവിൻ്റെ കോപ്പി വാങ്ങി, അന്ന് എൻ്റെ ടീച്ചറാണ് മെമ്പർ, അവരെ കൊണ്ട് ഞാനൊരു റെസൊല്യൂഷൻ അവിടെ കൊടുപ്പിച്ചു. അത് അതേപോലെ അത് ഇംപ്ലിമെൻറ്റിങ് സ്റ്റേജിലല്ല, അതുകൊണ്ട് അതിന് പരിഗണിക്കേണ്ട ആവശ്യമില്ല, അത് മാറ്റിവെച്ചു. ഇപ്പോൾ സ്ഥിതി എന്താ? അപ്പോൾ ഈ രാഷ്ട്രീയ അതിപ്രസരവും രാഷ്ട്രീയ വിധേയത്വവും എങ്ങനെയാണ് സമൂഹത്തിൻ്റെ വളർച്ചയെയും സാമൂഹ്യ പുരോഗതിയും തടസ്സപ്പെടുന്ന എക്സാമ്പിൾസ് മാത്രമാണ്. പിന്നെ ഇതെങ്ങനെ നമുക്ക് ഫലവത്താകാം എന്നുള്ള എൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്ന ഒരു കാര്യം, ഇത് വളരുന്ന തലമുറയിലും ചെറുപ്പക്കാർക്കിടയിലും നമ്മൾ പറയുമ്പോൾ നമ്മളെയൊക്കെ പുച്ഛിക്കും, നമ്മളെയൊക്കെ കളിയാക്കും. ശരിയല്ല, ഞങ്ങൾ കുറേ കാലമായിട്ട് എന്നെ നല്ലപോലെ അറിയുന്നതാണ്. കളിയാക്കും, പുച്ഛിക്കും. പക്ഷേ അതിനുവേണ്ടി സ്ഥായിയായി നിലനിൽക്കുമ്പോൾ മാത്രമാണ് ഇത് അണയാത്ത ഒരു ദീപം പോലെ ഒച്ചയില്ലാത്തവൻ്റെ ഒച്ചയായി ശബ്ദമായി മാറിയെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ. എങ്കിലേ വരുന്ന തലമുറയെങ്കിലും അന്ന് ചില ആളുകൾ പറഞ്ഞത് ശരിയാണോ എന്ന് ചിന്തിക്കുകയെങ്കിലും ചെയ്യും. അപ്പോൾ അതിന് പറ്റുന്ന കുറേ ചിന്താശക്തി നശിക്കാത്ത കുറേ ആളുകൾക്ക് രൂപം കൊടുക്കാൻ ഇതിൻ്റെയൊക്കെ ഈ കോപ്പികൾ ജനങ്ങളുടെ അധികാരങ്ങളും പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും ഈ കാറ്റഗറി വൈസ് കൊടുത്തിട്ടുള്ള അതിനെക്കുറിച്ച് ഒരു അവബോധമുണ്ടാക്കിയെടുത്താൽ അവരൊക്കെ ഗ്രാമസഭകളിൽ പോവുകയാണെങ്കിൽ, ഗ്രാമസഭകൾക്ക് പവറില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇപ്പോഴൊക്കെ ആളുകൾ പോകാത്തത് വേറൊന്നും കൊണ്ടല്ല, അവന് ദിവസം ജോലിയെടുത്തെങ്കിൽ മാത്രമേ കഴിയാൻ പറ്റൂ. അപ്പോൾ വരുമാനമുള്ളവൻ, ശമ്പളക്കാരനായ സർക്കാർ ഉദ്യോഗസ്ഥന് ലീവ് കിട്ടില്ല, അതുകൊണ്ട് അവൻ പോവില്ല. വരുമാനമുള്ളവൻ വരുമാനം മുടക്കി ഗ്രാമസഭയിൽ പോവില്ല. പിന്നെ പോകുന്നതാകെ പണിയില്ലാത്ത, തൊഴിലില്ലാത്ത, രാഷ്ട്രീയ ഏറാമൂളികളായ കുറേ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ ഒരു 75-80 കഴിഞ്ഞ ആളുകളോ ആണ് പോകുന്നത്. 10% മിനിമം ഹാജർ വേണം. ആ 10% ഹാജർ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഇവരെന്നെ പൊട്ടുംകാലിൽ വെച്ച് ഒപ്പിടും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കോറം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഈ പറയുന്നതായ ഈ പുതിയ തലമുറയെ, ഇപ്പോൾ അനുഭവം ഇവിടെ സംസാരിച്ചപ്പോൾ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു, ഇതുപോലുള്ള കുറേ ആളുകൾ, കുട്ടികളെ വളരുന്നവരുടെ ഇടയിൽ ഇതിൻ്റെയൊക്കെ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കി, ഒരു അവബോധം ഉണ്ടാക്കുകയും അതോടൊപ്പം നമ്മുടെ ഈ മൂവ്മെൻറ്റ് ലൈവായി നിലനിർത്തുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം എന്നാണ് എനിക്കിതിനോട് സൂചിപ്പിക്കാനുള്ളത്. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ബാക്കിയൊക്കെ അവിടുന്ന് ശ്രീനിവാസൻ പറയും, അതിനനുസരിച്ച് പോവാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആറുമുഖന് നന്ദി പറയുന്നു. അടുത്തതായി വിഷയം അവതരിപ്പിച്ച അഡ്വക്കേറ്റ് ശ്രീ ജോൺ ജോസഫ് നിങ്ങളോട് സംസാരിക്കും. ബ്രൂവറി വിഷയത്തിൽ നമുക്ക് പ്രാഥമികമായി നിയമപരമായി ചെയ്യേണ്ടത് ആ പഞ്ചായത്തിലെ കഴിയുമെങ്കിൽ എല്ലാ ഗ്രാമസഭ
യോഗങ്ങളും വിളിച്ചു ചേർത്ത് ബ്രൂവറി വരുന്നതിനെതിരായ പ്രമേയങ്ങൾ പാസ്സാക്കുക എന്നതാണ്. അത് പഞ്ചായത്ത് ഇപ്പോൾ ബ്രൂവറി വേണ്ട എന്ന നിലപാടെടുത്തിരിക്കുന്നത് കൊണ്ട് ആ പഞ്ചായത്തുമായി കൂടി സഹകരിച്ച് പഞ്ചായത്ത് തന്നെ സാധാരണ ഗ്രാമസഭ ഈ വിഷയം കൂടി അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിളിക്കാൻ തയ്യാറാകുമെങ്കിൽ അത് വളരെ എളുപ്പമുള്ള ഒരു സംഗതിയായിരിക്കും. മറിച്ചാണെങ്കിൽ നമുക്ക് ഗ്രാമസഭയുടെ വിശേഷാൽ യോഗം കൂടുന്നതിനുള്ള നടപടിയിലൂടെ കടന്നു പോവേണ്ടി വരും. ഓരോ വാർഡിലെയും വോട്ടർമാരുടെ 10-1 പേർ ഒപ്പിട്ട് ഈ വിഷയം അജണ്ടയായിക്കൊണ്ട് ഒരു വിശേഷാൽ ഗ്രാമസഭാ യോഗം കൂടണം എന്ന് പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടാൽ അതനുസരിച്ച് 15 ദിവസത്തിനകം യോഗം വിളിച്ചു കൂട്ടാൻ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ബാധ്യതയുണ്ട്. അത് പഞ്ചായത്ത് കമ്മിറ്റി നിറവേറ്റാതെ വന്നാൽ ഈ റിക്വസിഷൻ കൊടുത്ത ആളുകൾക്ക് തന്നെ ഗ്രാമസഭ വിളിച്ചു ചേർക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അവിടെയും തൊട്ട് മുൻപ് സംസാരിച്ചതുപോലെ ഈ അജണ്ടയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ആളുകളെ ഗ്രാമസഭയിൽ പങ്കെടുപ്പിക്കാനും പ്രമേയം പാസ്സാക്കാനുമുള്ള പ്രാപ്തി നമുക്ക് ഉണ്ടാവണം. അതനുസരിച്ച് വോട്ടർമാരെ ബോധവൽക്കരിച്ച് അവരുടെ സാന്നിധ്യം ഉറപ്പ് വരുത്താനുള്ള കെൽപ്പ് നമ്മൾ നേടേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും ഗ്രാസ് റൂട്ട് തലത്തിലുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതാണ് ബ്രൂവറി വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങളാദ്യം ശ്രീ അശോക് സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ചുള്ള ഒരു അവയർനെസ് ആളുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യമായിരുന്നു. ഇപ്പോൾ അതൊരു മൂവ്മെൻറ്റ് ആയിട്ട് ജനാധികാര ജനമുന്നേറ്റം എന്ന പേരിൽ ഒരു മൂവ്മെൻറ്റ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സംസ്ഥാന തലത്തിലുള്ള കൺവെൻഷൻ ഈ വരുന്ന 17-ാം തീയതി, മെയ് 17-ാം തീയതി എറണാകുളത്ത് നടക്കുന്നുണ്ട്. നിങ്ങളിൽ കുറച്ച് ആളുകളെങ്കിലും ആ കൺവെൻഷനിൽ വന്ന് പങ്കെടുക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതേ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ഈ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ സഹകരിച്ചാൽ തന്നെ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് നിരന്തരമായി പ്രവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിന് വലിയ ജനസ്വാധീനം സൃഷ്ടിക്കാൻ കഴിയും. പാനൽ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ അതിന് കമ്മിറ്റഡ് ആവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞത് മെയ് 17-ലെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഈ മീറ്റിംഗ് ഒന്നുകൂടി വിളിച്ചു കൂട്ടിക്കൊണ്ട് പാലക്കാട് ജില്ലയിൽ ഈ പ്രവർത്തനം പഞ്ചായത്ത് രാജിനെയും ഗ്രാമസഭയെയും അടിസ്ഥാനമാക്കിയുള്ള ഈ പ്രവർത്തനം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ആലോചിച്ച് അതിനൊരു പ്രവർത്തന പരിപാടി ആവിഷ്കരിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതിനോട് കൂടിയിരിക്കുന്ന ആളുകളുടെ സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുക. ഞാൻ ആ കൺവെൻഷൻ സംബന്ധിച്ചുള്ള കുറച്ച് പോസ്റ്ററുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളും ഞാനും കൂടി ചേർന്നിട്ട് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് 3-4 എലപ്പള്ളിക്ക് സമീപമുള്ള 3-4 പഞ്ചായത്തുകളിലും ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ചില ഭാഗങ്ങളിലും പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ബ്രൂവറി സമരത്തെ സംബന്ധിച്ച് എന്നുള്ള വിശദീകരണ യോഗത്തിൻ്റെയും ഈ നടക്കുന്ന മീറ്റിങ്ങിൻ്റെയും അതുപോലെ 17-ാം തീയതി നടക്കുന്ന കൺവെൻഷൻ്റെയും പോസ്റ്ററുകൾ കുറേയധികം ഭാഗത്ത് ഞങ്ങൾക്ക് ഒട്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കൺവെൻഷൻ്റെ പോസ്റ്ററുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറേ എണ്ണം കൊണ്ടുപോയി പ്രാദേശികമായി ഒട്ടിക്കാൻ സാധിക്കുമെങ്കിൽ പോസ്റ്ററുകളിലൂടെ ലഭ്യമാണ് എന്ന് പറയുകയാണ്. നിങ്ങൾ കുറേ പേരുകൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നും എറണാകുളത്തു നിന്നും വന്ന് ഞങ്ങളാണ് പാലക്കാട് ഇതുവരെ പോസ്റ്റർ ഒട്ടിച്ചത്. അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പാലക്കാടുള്ള നിങ്ങൾ കുറേ ആളുകൾ തയ്യാറാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ അതിനകത്ത് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, 17-ാം തീയതിയിലെ കൺവെൻഷനിൽ കുറച്ച് പേര് വന്ന് പങ്കെടുക്കണം. 2, കൺവെൻഷന് ശേഷം പാലക്കാട് ജില്ലാ അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്കൊരു സംവിധാനം ആവിഷ്കരിച്ച് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. 4ാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് വിദ്യാർത്ഥികളുടെ കാര്യമാണ്. നിങ്ങൾ പാലക്കാട് നിങ്ങൾക്ക് പരിചയമുള്ള ബന്ധപ്പെടാൻ കഴിയുന്ന കുറച്ച് വിദ്യാർത്ഥികളെ, സാറ് പറഞ്ഞ ആ നിർദ്ദേശം ഒക്കെ നമുക്ക് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാം. കുറച്ച് വിദ്യാർത്ഥികളെ ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കുകയാണെങ്കിൽ അടുത്ത അക്കാഡമിക് ഇയറിൽ നമുക്ക് സംസ്ഥാന തലത്തിൽ വിദ്യാർത്ഥികളുടെ ഒരു നെറ്റ്വർക്കായി അതിനെ രൂപപ്പെടുത്താൻ സാധിക്കും.
അതിന് ഇത്തരം കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ താല്പര്യമെടുക്കുന്നതോടൊപ്പം ഇന്ന് കലാലയങ്ങളിൽ കാണുന്ന ചില തെറ്റായ പ്രവണതകൾ കുറയ്ക്കുന്നതിന് വിദ്യാർത്ഥികളുടെ ക്രിയാത്മക ശേഷി പ്രയോജനപ്പെടുത്തുന്നതിനും ആ ഒരു പ്രവർത്തനം പ്രയോജനപ്പെടും. അപ്പോൾ ആ നിലയിൽ നിങ്ങളതിന് താല്പര്യം എടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ പഠന വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഔപചാരികമായി നന്ദി പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഐക്യദാർഢ്യ സമിതിയുടെ അല്ല അത് പിന്നീട് വരും. നമ്മുടെ ഐക്യദാർഢ്യ സമിതിയുടെ ട്രഷററായിട്ടുള്ള സജീഷ് നന്ദി പറയാൻ വേണ്ടി ഔപചാരികമായി ക്ഷണിക്കും. നമസ്കാരം. ഞാൻ ഒരു കൃഷിക്കാരനാണ്. ഒരു 15 വർഷം നെല്ല് വിത്ത് ചെയ്യുന്ന ഒരു കർഷകനാണ്. കുത്തനൂരാണ് സ്വദേശം. അതുമാത്രമല്ല ഈ മലമ്പുഴ കനാലിൻ്റെ PLC മെമ്പർ കൂടിയാണ്. ഞാൻ ആ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ സീസണിൽ നല്ല മഴയുണ്ട്, നല്ലതായ രീതിയിൽ നല്ല മലമ്പുഴ വെള്ളം തുറന്നു വിടേണ്ട തരത്തിലേക്ക് മഴ പെയ്തിട്ടുണ്ട്. ആ സമയത്ത് പോലും ഞങ്ങളുടെ വാലേറ്റ പ്രദേശങ്ങളിൽ പല ആളുകൾക്കും വെള്ളം കിട്ടാതിരുന്നിട്ടുണ്ട്. ആ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴും വാലേറ്റ പ്രദേശം നമ്മുടെ മായാണ്ടിയേട്ടനൊക്കെ കോട്ടയുള്ള ആൾക്കാരാണ്. അവിടുത്തെ ആൾക്കാർക്കും അതേപോലെ വെള്ളം കിട്ടിയിട്ടില്ല പറഞ്ഞിട്ടും നീട്ടിത്തരണം പറഞ്ഞിട്ടും മോട്ടർ അടിച്ചിട്ട് വരെ ആ സമയത്ത് പോലും കൃഷി എടുത്തിട്ടുണ്ട്. മോട്ടർ അടിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഒരുപാട് നഷ്ടങ്ങളാണ്. പൊതുവേ കൃഷി ചെലവ് കൂടുതലുള്ള സമയത്ത് ധാരാളം വെള്ളം ഉണ്ടായിട്ട് പോലും മോട്ടർ അടിക്കേണ്ട സ്ഥിതിയാണ്. അപ്പോൾ ബീവറി എന്നുള്ളത് അവിടുത്തെ ചുറ്റുപാടത്തുള്ള ജനങ്ങൾക്ക് മാത്രമല്ല, നെൽകൃഷി കൊണ്ട് ഉപജീവന മാർഗം കഴിയുന്ന വാലേറ്റ പ്രദേശത്തിലെ കർഷകർക്കും വലിയ ഒരു തിരിച്ചടിയാവുന്നുള്ള യാതൊരു സംശയമില്ല. കർഷകരെ സംബന്ധിച്ചിടത്തോളം മലമ്പുഴ വെള്ളം വന്നു കഴിഞ്ഞാൽ മുകളിലെ കണ്ടത്തുനിന്ന് വെട്ടി ഈ വെള്ളത്തേക്ക് എത്തിക്കുക, അങ്ങനെ ഒരു ചുടുബുദ്ധിയ ഉള്ളത്. പക്ഷേ ബ്രാഞ്ച് കനാലിലേക്കും മെയിൻ കനാലിലേക്കും വെള്ളം വരാത്ത ഒരവസ്ഥ തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ആളുകളെല്ലാം പോണമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിനൊരു ഉദാഹരണമാണ് കോയൽമന്നം കോർഡിനേഷൻ കമ്മിറ്റിയിൽ ആദ്യമായിട്ട് ഓരോ പഞ്ചായത്തുകളിൽ നിന്ന് ഓരോ ആളുകളെ 4-5 പേര് തന്നെ ഓരോ പഞ്ചായത്തിൽ നിന്ന് എടുത്തു. അതിലെ ഒരു പ്രതിഷേധത്തിൽ 5000-ൽ പരം ആളുകൾ പങ്കെടുക്കുകയുണ്ടായി. അത് ആ കോർഡിനേഷൻ കമ്മിറ്റിൻ്റെ പവർ മാത്രമല്ല, അതായത് 6 മാസം കഴിഞ്ഞിട്ട് നെല്ലിൻ്റെ പൈസ കിട്ടാണ്ടിരുന്നപ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി മിണ്ടാണ്ടിരുന്ന് ചോദിച്ചാൽ നമ്മൾക്ക് അപകടങ്ങളുണ്ടാകും. തന്നെ എല്ലാ കർഷകരും ഉണർന്നുകൊണ്ട് അവിടെ 5000-ൽ പരം ആളുകൾ വന്നിട്ടുണ്ട് എങ്കിൽ ഈ ബീവറേജ് വിഷയങ്ങളിലും വെള്ളം കിട്ടാണ്ടായി വാലേറ്റ പ്രദേശങ്ങൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇവിടുത്തെ കർഷകർ ഉണരുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും തുടക്കഘട്ടങ്ങളിൽ ഇതിനെതിരെ ശബ്ദിക്കാൻ സന്നദ്ധ സംഘടനകളും മനുഷ്യാവകാശ സംഘടനകളും വിവരാവകാശ സംഘടനകളും പ്രകൃതി സ്നേഹികളും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ വരും കാലങ്ങളിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ എല്ലാവരും ഇറങ്ങിത്തിരിക്കുന്നുള്ള യാതൊരു സംശയമില്ല. എന്തായാലും ഈ വേദിയിലുള്ള പൗരൻ സാറ്, ജംസഫ് സാറ്, ഫോർവേഡ് ബാങ്കിൻ്റെ നേതാവ്, അതേപോലെ തന്നെ ശ്രീനിവാസൻജി, ഈ വേദിയിലുള്ള പൊതുപ്രവർത്തകരെ, മറ്റു ആളുകൾക്കും എല്ലാവർക്കും ഒരൊറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.